ഗായ്സ്, ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത് ഇടിയപ്പവും മുട്ടക്കറിയുമാണ്. ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്, ഇന്ന് നമുക്ക് കാപ്പിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇടിയപ്പത്തിന് വേണ്ടി പച്ചരി പൊടിച്ച് വറുത്ത മാവാണിത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ചെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ച് നമ്മളൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യുവാണ്. കുറച്ച് നേരത്തിന് ശേഷം നമ്മളാണെങ്കിൽ അതിനെ നല്ലപോലെ പാകപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇടിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സേവനാഴി എടുത്തിട്ടുണ്ട്. അതിൽ ചില്ലിട്ടിട്ട് നമ്മൾ ആ ഒരു മാവ് ഇതിൽ കുത്തി നിറയ്ക്കുവാണ്. അതിനുശേഷം ഇതെല്ലാം കൂടെ ഇങ്ങനെ അടച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അപ്പോഴേ നമ്മൾ ഇഡലി തട്ട് എടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ ഇച്ചിരി തേങ്ങ ഇടുന്നുണ്ട്. തേങ്ങ ഇടുന്നത് ഇടിയപ്പം നല്ലതുപോലെ സ്മൂത്തായിട്ട് ഇളവി വരാനും, അതുപോലെ തന്നെ ഈ ഒരു ഇടിയപ്പത്തിൽ തന്നെ തേങ്ങ പിര ഇളവി പോവാറുമില്ല. നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ച ആ ഒരു സേവനാഴിയിൽ എന്ന ആ ഒരു മാവ് ഇതുപോലെ ആ ഒരു തട്ടിലേക്ക് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. കറക്കും തോറും ഇതുപോലെ നൂല് പോലെ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഏകദേശം 2 തട്ടവും ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പാത്രത്തിലോട്ട്, വെള്ളം തിളപ്പിച്ച ആ ഒരു പാത്രത്തിലോട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ ആ ഇടിയപ്പോഴാണെങ്കിൽ വേവുന്ന സമയത്ത് നമുക്കാണെങ്കിൽ അതിൻ്റെ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു കടായി ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലോട്ട് കരിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അത് ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ വലിയ സവാള അരിഞ്ഞത് നമ്മൾ കുറച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കറിയാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ വീട്ടിലെ സ്വാഭാവികമായിട്ട് മുട്ടക്കറി ഉണ്ടാക്കുന്നത്. നമ്മൾ അരിഞ്ഞ് വെച്ച് എല്ലാ ഉള്ളിയും അതിലോട്ട് ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല വയറ്റി വരണം ആ ഒരു സവാള. അതിനുശേഷം വേണ്ട അളവിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. അതിനുശേഷം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ്. ഇത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു തക്കാളി നമ്മൾ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്ക് നമ്മളുടെ ഒരു ഇടിയപ്പം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ അടിയിലത്തെ തട്ടും മുകളിലത്തെ തട്ടും നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലാണെങ്കിൽ ആവശ്യമുള്ള മുട്ട നമ്മൾ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആ ഒരു അടപ്പ് തുറന്ന് നോക്കുമ്പോൾ നമ്മളുടെ ആ ഒരു ഉള്ളി നിറം മാറി ഇങ്ങനെ ഒരു കളറിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ നല്ലതുപോലെ തന്നെ മിക്സ് ആക്കണം. അതിനുശേഷം നമ്മളാണെങ്കിൽ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ 1 സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അനുസരണം ഇട്ട് കൊടുത്താൽ മതി മുളക് പൊടി. അപ്പം നല്ല എരിവുള്ള മുളക് ആയതുകൊണ്ടാണ് നമ്മൾ 1 സ്പൂൺ ഇട്ട് കൊടുത്തത്. അതിനുശേഷം നമ്മൾ ഇടുന്നത് മസാലപ്പൊടിയാണ്.
മാറുന്നത് വരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി തന്നെ കൊടുത്തോണ്ടിരിക്കണം. നമുക്കറിയാൻ പറ്റും അപ്പോൾ കുറച്ചൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ 1 ഗ്ലാസ് ചൂടുവെള്ളം അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണമുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സാക്കി അടച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു മുട്ട പുഴുങ്ങിയത് ഉപ്പ് കൂടെ ഇട്ടിട്ടാണ് നമ്മൾ ആ മുട്ട പുഴുങ്ങിയത്. അതിന് ശേഷം നമ്മൾ ആ ഒരു മുട്ടയുടെ തോലൊക്കെ നമ്മളൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇളക്കിയപ്പോൾ ഇത്ര അധികം തോടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അതാണെങ്കിൽ കൊണ്ട് ഗാർഡനിലിടാമെന്ന് വിചാരിച്ചു. എൻ്റെ അപ്പൂപ്പനാണ് കൊണ്ട് നട്ടത്. അപ്പോൾ ഇതൊരു കത്തിരിക്ക തൈയാണ്. അപ്പോൾ കുറേ ഉള്ളി വേസ്റ്റ്, ഫുഡ് വേസ്റ്റൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുട്ടേൻ്റെ തോടും കൂടെ കൊണ്ടിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൊലിച്ച് വെച്ച ആ ഒരു മുട്ട ഇതാണ്. അതിനുശേഷം നമ്മൾ നല്ലപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു മുട്ടയിൽ. കറി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ആ കറിയിലോട്ട് മുട്ട എല്ലാം കൂടെ പറക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ അതിനെ റെസ്റ്റിലോട്ട് വയ്ക്കണം. അങ്ങനെ ആ ഒരു മുട്ടക്കറി റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ രണ്ടാമത്തെ തട്ടിലുള്ള ആ ഒരു ഇടിയപ്പവും കൂടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മുട്ടക്കറിയും നമ്മളുടെ ആ ഒരു ഇടിയപ്പത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഗായ്സ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉള്ളിക്കറി എടുത്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് ഗായ്സ്. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നമുക്കൊന്ന് മുട്ട എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മുട്ട കറിയിൽ വഴങ്ങിട്ടുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ബൈ.